അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരന്മാരെ, മാന്യശ്രോതാക്കളെ, സ്വപ്നവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്വപ്ന വ്യാഖ്യാതാവിൻ്റെ വിശേഷണങ്ങൾ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം ആരോടാണ് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് പറയേണ്ടത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാനസികമായി വലിയ പ്രയാസത്തിൽ നിന്ന് നാം രക്ഷപ്പെടുകയും നമുക്ക് കൂടുതൽ പ്രയാസകരമായ സ്വപ്നങ്ങൾ കണ്ടാൽ പോലും കരുത്തും മാനസികമായ ശക്തിയും നൽകാൻ അത്തരം ഒരു സ്വപ്ന വ്യാഖ്യാതാവിനെ കഴിയുകയുള്ളൂ. സ്വപ്നത്തെ ഒരു വ്യാഖ്യാതാവ് ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതുണ്ട്. സ്വപ്നം കണ്ട ആൾ പറയുന്ന അയാളുടെ ഭാവ പകർച്ചകളും ചലന നിശ്ചലനങ്ങളും സശ്രദ്ധം വീക്ഷിക്കേണ്ടതുണ്ട്. ചോദ്യകർത്താവിൻ്റെ മതവും ജീവിത രീതിയും ചിന്താഗതിയും അയാളുടെ ബുദ്ധിയും, സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടെ അവസ്ഥയും, അതുപോലെ തന്നെ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ അവസ്ഥയും തുടങ്ങിയ അനിവാര്യമായി മനസ്സിലാക്കേണ്ട അയാളുടെ കുടുംബ പശ്ചാത്തലങ്ങളും കുടുംബ ജീവിത രീതിയും ഇങ്ങനെ തുടങ്ങിയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഒരു സ്വപ്ന വ്യാഖ്യാതാവ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഈ സ്വപ്നം കണ്ട ആൾ പറയുന്നത് ഒരു യഥാർത്ഥ സ്വപ്നമാണോ അതല്ല അത് പാഴ്സ്വപ്നമാണോ എന്ന് അയാൾക്ക് വിലയിരുത്താൻ കഴിയണം. കേൾക്കുമ്പോൾ വുളു ഉണ്ടായിരിക്കൽ വളരെ നല്ലതാണ്. മുൻകാല മഹത്തുക്കളുടെ അടിസ്ഥാന രീതികൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാനും സ്വന്തം നിലയിൽ വ്യാഖ്യാനിക്കാതെ നന്മ മാത്രം സ്വപ്നം കണ്ട ആൾക്ക് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം വ്യാഖ്യാനം നടക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, സ്വപ്നം വ്യാഖ്യാനിച്ചാൽ അതുപോലെ സംഭവിക്കും. അതിനാൽ നല്ല അർത്ഥത്തിൽ നിങ്ങൾ സ്വപ്നത്തെ വ്യാഖ്യാനിക്കണമെന്ന് ഒരു ഹദീസിൽ കാണാം. ഇനി നഷ്ടകഷ്ടങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ആണ് അതിൻ്റെ വ്യാഖ്യാനം വരുന്നത് എങ്കിൽ അതിലൂടെ അയാളെ സമാധാനിപ്പിക്കാനും അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉപദേശിക്കാനും കഴിയുന്ന ആളായിരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് വളരെ എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു നബിയെ. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും എന്നെ ദുഃഖിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വലഭാഗത്തേക്ക് 3 തവണ തുപ്പുക. ശേഷം പറയുക, ഈ സ്വപ്നത്തിൻ്റെ നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു, തിന്മയെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതുപോലെ ആയത്തുൽ കുർസിയും മറ്റ് കാവലിനെ തേടുന്ന ആയത്തുകളുമെല്ലാം പാരായണം ചെയ്യുകയും വല്ലതും സദക്ക ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയും ചെയ്യാൻ വേണ്ടിയെല്ലാം ഉപദേശിക്കുന്ന ആളായിരിക്കണം ഒരു സ്വപ്ന വ്യാഖ്യാതാവ്. മറിച്ച് എന്തെങ്കിലും ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ഒന്നുകൂടെ അയാളെ ഭയചകിതനാക്കാനും മാനസികമായി തളർത്താനും അതുവഴി അയാളുടെ ജീവിതം തന്നെ പ്രയാസത്തിലാക്കാനും കാരണമാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുടെ അടുത്തേക്ക് ഒരിക്കലും നാം വ്യാഖ്യാനം തേടിപ്പോകരുത്. കുട്ടികളോടോ മാനസികമായ ശക്തി കുറഞ്ഞ ആളുകളോടോ അതുപോലെ തന്നെ നമ്മളോട് ശത്രുതയുള്ള ആളുകളോടോ ഒരിക്കലും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ആരായുകയോ പറയുകയോ ചെയ്യരുത് എന്ന് മഹത്തുക്കൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെ നന്നായി നാം ശ്രദ്ധിക്കുക,
അള്ളാഹു നല്ല സ്വപ്നം കാണാനും അത് ജീവിതത്തിൽ നമുക്ക് വലിയ മാർഗനിർദ്ദേശമാകുവാനും ജീവിതം നന്നാക്കുവാനും കാരണമാക്കി തരുമാറാവട്ടെ. നല്ല സ്വപ്നം കാണുക എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹമാണ്. അത് യാഥാർത്ഥ്യമായി തീരലോ അതിലേറെ സന്തോഷകരവുമാണ്. എപ്പോഴാണ് നല്ല സ്വപ്നം കാണുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്തഖക്കും റുയ അസ്തഖക്കും ഹദീസ. നിങ്ങളിൽ സത്യസന്ധർ സ്വപ്നത്തിലും സത്യസന്ധരായിരിക്കും. ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മറ്റൊന്ന്, വളരെ ശുദ്ധിയുള്ള ജീവിതം നയിക്കുക. ഉറങ്ങുന്ന സമയത്ത് ശുദ്ധി വേണം, ഉളു വേണം, കിബലക്ക് തിരിഞ്ഞ് ദിക്റുകളും സ്വലാത്തുകളും മറ്റ് നന്മകളും ചെയ്തുകൊണ്ട് ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞ പലപ്പോഴും നല്ല സ്വപ്നം കാണാത്തതിൻ്റെ ഒരു കാരണം സൂചിപ്പിച്ചത് നഖത്തിനടിയിൽ ചളി ഉണ്ടായതുകൊണ്ട് എന്നാണ്. അത്രയും നാം വൃത്തി പാലിക്കുക സ്വപ്നം കാണുമ്പോൾ അത് നല്ല സ്വപ്നമായി തീരാനുള്ള നിബന്ധനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് കൂടുതൽ വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉറങ്ങിയാലും, വയറ് പറ്റ കാലിയാക്കി അങ്ങനെ ഉറങ്ങിയാലും നല്ല സ്വപ്നം കാണാൻ സാധ്യമല്ല. അത് കൂടുതലാകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് അവനെ തടയാൻ കാരണമാകുകയും തീരെ വയറ് കാലിയാകുമ്പോൾ ശരീരം ദുർബലമാകുകയും ആണ് അതിൻ്റെ കാരണം. ഇനി നല്ല സ്വപ്നം എന്ന് പറയുമ്പോൾ ലോഹുൽ മഹ്ഫൂദിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വിശ്വാസിക്ക് സന്തോഷ വാർത്ത ആയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ദുരവസ്ഥകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയായിരിക്കും ഇത്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം സ്വപ്നമായി ഏൽപ്പിക്കപ്പെട്ട മലക്ക് റുഇയ എന്ന പേരുള്ള മലക്ക് നിർവഹിക്കുന്ന സംഗതിയാണ്. ശാരീരിക മാനസികമായും അത് സ്വീകരിക്കാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ ചിലപ്പോൾ സ്വപ്നം നാം മറന്നു പോകുന്നു. അതിനാൽ സ്വപ്ന വ്യാഖ്യാതാവ് പലപ്പോഴും നമ്മോട് പൈശാചികത നമ്മളിൽ നീങ്ങി നല്ല അവസ്ഥയിലേക്ക് വരാൻ, കൂടുതൽ നന്മകൾ ചെയ്യാനും ഒരുപാട് ദിക്റുകൾ ചൊല്ലാനും നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാം. മലക്കുകളുടെ ഉണർത്തലും ഭയപ്പെടുത്തൽ എന്നിവ കാരണമായി പ്രസ്തുത വ്യക്തിക്ക് കൂടുതൽ ഇബാദത്തിലേക്ക് അടുക്കാനും വരാനിരിക്കുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് പ്രേരകമാകുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല സ്വപ്നമാണ്. മുബശ്ശിറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക. നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന് നന്ദി ചെയ്യുകയും കൂടുതൽ എന്തെങ്കിലും ദാനം ചെയ്യുകയും ചെയ്യുക. ശേഷം പതിവ് നിസ്കാരങ്ങളും ദിക്റുകളും കഴിഞ്ഞ് നല്ല സമയം നോക്കിക്കൊണ്ട് ഒരു വ്യാഖ്യാതാവിനോട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം തേടാവുന്നതുമാണ്.